വിശദമായ വാർത്തകളിലേക്ക്. തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ട് മടങ്ങിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പുലർച്ചെയോടെ എത്തി പ്രാഥമിക പരിശോധന നടത്തി. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ തുടരാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നത് എന്നാണ് വിവരം. ഇരയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് നടപടി കടുപ്പിച്ചിരിക്കുകയാണ്. ഓരോ ജില്ലകളിലും കേസെടുക്കാനാണ് ADGP H വെങ്കടേഷിന്റെ നിർദ്ദേശം. അശാസ്ത്രീയ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതി ചികിത്സ തേടിയ തലസ്ഥാനത്തെ പ്രമുഖ ഡോക്ടറുടെ മൊഴിയും കേസിൽ നിർണായകമാകും. രാഹുൽ പ്രതിയായ ബലാത്സംഗ കേസ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ആണ് രാഹുലിന് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കുന്നതെന്ന് CPM ആരോപിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, അന്വേഷണത്തിന്റെ കാര്യം, അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് രാഹുലിനെതിരായി? രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന ബുധനാഴ്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തിടുക്കത്തിലുള്ള നടപടികളിലേക്ക് പോകേണ്ടെന്ന നിലപാടിലായിരുന്നു അന്വേഷണ സംഘം. അതേസമയം അതിന് ചില ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. അതായത് 9-ാം തീയതിയും 11-ാം തീയതിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കുകയാണ്. അതിനോട് അടുത്ത ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോലീസ് നടപടി ഉണ്ടായാൽ അത് രാഷ്ട്രീയ പ്രേരിതമായ നടപടി എന്ന വ്യാഖ്യാനം ഉണ്ടാകുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ തിടുക്കത്തിലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് സൂചന. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് പുലർച്ചെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാടുള്ള ഫ്ളാറ്റിലടക്കം വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയ വിവരങ്ങൾ അടക്കം ADGP H വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ട്. ADGPയുടെ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ ഒരു തിടുക്കത്തിലുള്ള നടപടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ADGP ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് MLA എന്ന ഒരു പ്രിവിലേജ് രാഹുൽ മാങ്കൂട്ടത്തിന് നിലനിൽക്കുന്നതിനാൽ ഏത് തരത്തിലാവണം തുടർ നീക്കങ്ങൾ എന്ന കാര്യത്തിൽ കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ രാഹുലിനെതിരെ നിലപാട് കടുപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് അന്വേഷണ സംഘത്തിൻ്റെതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനമായി മാറിയിരിക്കുന്നത് ഈ യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഗർഭചിത്രം നടത്തിയതിനെ തുടർന്ന് താൻ ജീവൻ നഷ്ടപ്പെടാവുന്ന തരത്തിലേക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അങ്ങനെ രക്തസ്രാവം അനിയന്ത്രിതമായതോടെ തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയെന്നായിരുന്നു. ഈ ഡോക്ടറുടെ മൊഴി നിർണായകമാകുമെന്ന കാര്യം ആദ്യം മുതൽ തന്നെ പുറത്തു വന്നതാണ്. അതിനിടയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഡോക്ടറുമായി സംസാരിച്ച് അവരുടെ മൊഴിയെടുത്തിരിക്കുന്നത്. അതിൽ യുവതി മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ അവിടെ ചികിത്സ തേടിയെന്നും യുവതി നേരിട്ടിരുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും ഡോക്ടർമാർ മൊഴി നൽകിയതോടെയാണ് രാഹുലിനെതിരായ കുരുക്ക് മുറുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകർ മുഖേന കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ അടക്കം അതിലെ വിശദാംശങ്ങൾ അടക്കം ചില സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ഈ കേസ് വഴിവെക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനുള്ള ഒരു വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. ഡാൻ, ഒരു കാര്യം കൂടി, മറ്റൊന്ന് ഇരയ്ക്കെതിരായുള്ള സൈബർ ആക്രമണമാണ്. അതിലും പോലീസ് നടപടി കടുപ്പിക്കുന്നു എന്ന് വേണമല്ലോ കരുതാൻ. എല്ലാ ജില്ലകളിലും അതിനെതിരായിട്ടുള്ള നീക്കങ്ങളിലാണോ പോലീസ്? അതായത് 2 ദിവസമായി സൈബർ ഇടങ്ങളിൽ വലിയ അധിക്ഷേപമാണ് ഈ പരാതിക്കാരിയുടെ ചിത്രമടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ഗൂഢാലോചനയുടെ ഫലമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അത് സംബന്ധിച്ച് യുവതി ഒരു പരാതി നൽകുന്നതിനായി കാത്തു നിൽക്കാതെ തന്നെ സുപ്രീം കോടതി വിധിയുടെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ബോധപൂർവം ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നത്. അവിടെയാണ് ചില രാഹുൽ അനുകൂല സൈബർ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ചു കൂടി പരിശോധന നടക്കുന്നത്. ഈ ഗ്രൂപ്പുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി ഏത് തരത്തിലാണ് ഈ യുവതിയുടെ ചിത്രങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പോസ്റ്റ് ചെയ്യേണ്ടത്, അതിൽ എന്ത് അടിക്കുറിപ്പ് എഴുതണം എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിർദ്ദേശങ്ങൾ നൽകിയത്, ഇരയുടെ പേര് വെളിപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് എന്നത് കണ്ടെത്തുന്ന പരിശോധനയാണ് പുരോഗമിക്കുന്നത്. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ ഇരയുടെ പേര് വെളിപ്പെടുത്താനായി നടത്തിയ നീക്കമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ശരി, ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്.
രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് രണ്ടഭിപ്രായമില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ അന്തരീക്ഷമാണെന്നും രാഹുൽ കേസ് ബാധിക്കില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇല്ല രണ്ടഭിപ്രായമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഒരു വ്യത്യാസവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചോദ്യങ്ങൾക്ക് നേരെ ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്നത് CPM ഹാൻഡിലുകളിൽ നിന്നാണെന്നും മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ മടിയാണെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4-5 പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കും. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റട്ടെ. പത്രസമ്മേളനം നടത്തൂല, മീഡിയ കാണൂല, കണ്ട 50 മിനിറ്റ് മറ്റേ റേഡിയോ ആണ്. ഇങ്ങോട്ട് പറഞ്ഞ കേൾക്കണം. എന്നിട്ടൊരു 4 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ചോദിച്ചു. ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആളുകൾ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം 5-10 പ്രാവശ്യം ചോദിച്ചു. ഇത് ചായക്കടയിലെ ചർച്ചയല്ല, ഇത് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന മീറ്റ് ദ പ്രസ് ആണ്. അത് മനസ്സിലാക്കി ചോദിച്ചാൽ നന്നാ. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി ഒരു പരിപാടിയിലും കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് K മുരളീധരൻ. ഒളിവിൽ പോയവരെ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. സസ്പെൻഷൻ പുറത്താക്കലിന് തുല്യമാണ്. കോൺഗ്രസ് രാഹുൽ അധ്യായം അടച്ചെന്നും K മുരളീധരൻ പ്രതികരിച്ചു. കോൺഗ്രസിലെ MLA-മാർ ഇപ്പോൾ പാർട്ടിയിലുള്ള MLA-മാർ ആരും ഒളിവിലല്ല, എല്ലാവരും ഫീൽഡിലുണ്ട്. പാർട്ടിയിലില്ലാത്ത ഞങ്ങൾ മാറ്റി നിർത്തി ആരെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട പോലീസാണ്. അത് ഞങ്ങളുടെ ജോലിയല്ല. സസ്പെൻഷൻ നടപടിയുള്ള ഒരാളുടെ എന്ത് നടപടിക്കും പാർട്ടി ഉത്തരവാദിത്വമില്ല. ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് സർക്കാരാണ്. ഇല്ല, അത് അദ്ദേഹം സ്വന്തം നിലയ്ക്കാണ്. ഇനി അങ്ങോട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട് പാർട്ടി. ഒരു സസ്പെൻഡ് ചെയ്ത ആൾക്കാരെ പങ്കെടുപ്പിക്കരുത് എന്ന് തന്നെയാണ് പാർട്ടി കൊടുത്തിട്ടുള്ള നിലപാട്. അതേസമയം രാഹുൽ രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യം കോടതി നടപടികൾക്കനുസരിച്ച് പാർട്ടി തീരുമാനിക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. രാഹുലിനെ ആരും പിന്തുണയ്ക്കുന്നില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു. പാർട്ടിയാണ് കൂടെ, ഞങ്ങൾ പാർട്ടി എടുത്ത നടപടിയുടെ കൂടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. അദ്ദേഹം വ്യക്തിപരമായി പോകുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആർക്കും നടപടി എടുത്തുകൊണ്ട് ഒരു വിലക്ക് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല, ഇപ്പോഴും അപ്പോഴും എപ്പോഴും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇടതുപക്ഷം രാഷ്ട്രീയമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ആണ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. കോൺഗ്രസ് നടപടിയെടുത്ത വിഷയത്തിൽ ഘടകകക്ഷികൾക്ക് കൂടുതൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നും ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എത്ര വലിച്ചു നീട്ടാൻ നോക്കിയാലും അതിനൊരു പരിധിയുണ്ട്. കഴിഞ്ഞ 3-4 മാസം ആയിട്ട് ഉള്ള ഒരു വിഷയം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്നുകൂടി തീ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിച്ചു നീട്ടിയാൽ അതിന് പൊളിറ്റിക്കലായിട്ടൊരു പരിധിയുണ്ട്. പിന്നെ കോൺഗ്രസ് നടപടിയെടുത്ത് കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ, അത് വെച്ച് കോൺഗ്രസിനെ എങ്ങനെ പഴിക്കും? രാഹുലിന് ഒളിച്ചു പാർക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് KPCC ആണെന്ന് മന്ത്രി V ശിവൻകുട്ടി. കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും ഉണ്ടാകാൻ പോകുന്നത്. അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്താക്കുന്ന രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ലെന്നും V ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കണ്ടു. കോൺഗ്രസ്സുകാർ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് അടിക്കുന്നു. അതിൻ്റെ നടുക്ക് പിടിച്ചു മാറ്റാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നിൽക്കുന്ന ചിത്രമാണ് കണ്ടത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തക യോഗങ്ങൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർക്കുവാൻ കഴിയാത്ത നിലയിൽ സംഘടന അധപ്പതിച്ചിരിക്കുകയാണ്. ഒരു കുട്ടി ഒരു പരാതി കൊടുത്തു, വളരെ ഗൗരവമുള്ള പരാതി, അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തതാണ്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ കുട്ടിയുടെ പേരും പടവും ഒന്നും കാണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അപ്പം അത് മറികടന്നുകൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അനീതിയാണ്. അക്കാര്യത്തിൽ ഒരു പിന്തുണയും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. ജില്ലാ സെക്രട്ടറി രഞ്ജിതയ്ക്കെതിരെയാണ് കേസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാടെടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന B സജനെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തി വീഡിയോ ഇട്ടതിനാണ് കേസ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.
എന്യൂമറേഷൻ ഫോമുകൾ ഡിസംബർ 11 വരെ നൽകാം. ഡിസംബർ 16 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പരാതികളും വിയോജിപ്പുകളും അറിയിക്കാൻ ഡിസംബർ 16 മുതൽ 2026 ജനുവരി 15 വരെ സമയമുണ്ടാകും. അടുത്ത വർഷം ഫെബ്രുവരി 14 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കേരളത്തിൽ ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡിസംബർ 9 കരട് പട്ടിക പ്രസിദ്ധീകരിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പുതിയ തീരുമാനം BLOമാർക്ക് ആശ്വാസമാണ്. MG മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണിപ്പോൾ അതിന്റെ സമയപരിധിയാണിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു ആവശ്യം നേരത്തെ തന്നെ സർവകക്ഷി യോഗം നടത്തി അക്കാര്യത്തിലൊരു സമയപരിധി നീട്ടണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിലൊക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഒപ്പം തന്നെ BLOമാരെയൊക്കെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിരവധി തവണ ഈ ഒരു ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ മാത്രം ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ തങ്ങൾക്ക് ആകില്ല. അതിന് നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളൊരു വാദമായിരുന്നു നേരത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരുന്നത്. അതിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസംബർ 4 ഈ ഒരു സമയപരിധി ഈ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ വിതരണം ചെയ്തതിനു ശേഷം അവ തിരികെ ഡിജിറ്റൈസ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 4 ഒപ്പം തന്നെ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത് ഡിസംബർ 9 ഡിസംബർ 9 സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അതുതന്നെയായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം വൈകിപ്പിക്കണം, കുറച്ച് സമയമെങ്കിലും നൽകണം എന്നുള്ള ആവശ്യം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഒരു മാസം മാത്രമായിരുന്നു ഇതിനൊരു കാലാവധി നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും അധികം ആളുകൾക്ക് ഫോം നൽകാനും ഒപ്പം തന്നെ അവ പൂരിപ്പിച്ച് അവ തിരികെ ലഭ്യമാക്കുക, ഒപ്പം തന്നെ അതിനുശേഷം ഡിജിറ്റൈസ് നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് BLOമാരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം പാടുപെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിവിശേഷം രാജ്യമെമ്പാടും നിരവധി പേർ ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരാഴ്ച കൂടി ഇപ്പോൾ സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡിസംബർ 11 വരെ ഇതിന്റെ സമയം നീട്ടി നൽകിയിരിക്കുന്നു. ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ വിതരണം അത് ഡിജിറ്റൈസ് ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ 11 ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഡിസംബർ 16 ഇതിന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഒപ്പം തന്നെ ഇതിന്റെ അന്തിമ വോട്ടർ പട്ടിക അതിന്റെ ഈ മറ്റേതെങ്കിലും തരത്തിൽ ഈ വോട്ടർമാരെ ചേർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അതൊക്കെ ക്രോഡീകരിച്ച് അതിനുശേഷം അടുത്ത വർഷം ഫെബ്രുവരി 14 ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം BLOമാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് BLOമാരെ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത്. അവർക്ക് കൂടുതൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണിയെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അവർക്കിപ്പോൾ കുറച്ച് ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 7 ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴിയെടുത്തു. അന്വേഷണ സംഘം 2022 ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി തേടിയത് ബോർഡാണ്. അതിൽ അനുമതി നൽകുക മാത്രമാണ് ചെയ്തത് എന്നാണ് മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ടെന്നും കണ്ഠരര് മഹേഷ് മോഹനര് മൊഴി നൽകി. എന്തായാലും ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു മൊഴിയാണ് കണ്ഠരര് മഹേഷ് മോഹനരുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. താൻ അനുമതി തേടിയപ്പോൾ അതിന് അനുമതി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ആ അനുമതി ചോദിച്ചത് ദേവസ്വം ബോർഡാണ് എന്ന രീതിയിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുകയാണ്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ട് എന്ന് തന്നെയാണ് കണ്ഠരര് മഹേഷ് മോഹനരും ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വാർത്തകൾ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴിയും ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്ന രീതിയിൽ തന്നെയാണ്. തീർച്ചയായും തുടക്കത്തിൽ തന്നെ ദേവസ്വം ബോർഡായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യമുനയിൽ നിന്നുണ്ടായിരുന്നത്. പിന്നീട് പത്മകുമാറിന്റെ അറസ്റ്റോട് കൂടിയായിരുന്നു തന്ത്രിമാർക്കടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ട്, അങ്ങനെ പരിചയപ്പെടുത്തിയത് തന്ത്രിമാരാണ് എന്നായിരുന്നു പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വീണ്ടും ഈ തന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ഈ ഒരു ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അതായത് ഗോവർദ്ധനന്റെ ജ്വല്ലറിയിൽ പൂജ നടത്താൻ പോയതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയം
അടക്കമുള്ളതെല്ലാം വ്യക്തിബന്ധത്തിൻ്റെ പുറത്താണ്. അതായത് ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം സ്ഥിരമായി അവിടെ എത്തുന്നവരാണ്. അങ്ങനെയുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ഈ ശബരിമലയിലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതും തുടർന്ന് ഗോവർദ്ധനൻ്റെ ജ്വല്ലറിയിലേക്ക് ഇങ്ങനെ പൂജയ്ക്ക് വേണ്ടി പോയതുമെന്നടക്കമാണ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു സുപ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് 2022 ഈ കട്ടളപ്പാളിയും വാതിൽപ്പടിയും പിന്നെ സ്വർണ്ണപ്പാളി അതിലടക്കമുള്ള സ്വർണ്ണപ്പാളികൾ ഇങ്ങനെ നീക്കം ചെയ്യുന്നത്, അതായത് സ്വർണ്ണം പൂശുന്നതിനായി അവിടെ നിന്ന് മാറ്റുന്നതിന് അനുമതി തേടിയത് ദേവസ്വം ബോർഡായിരുന്നു. പക്ഷേ ശബരിമലയിൽ വെച്ച് തന്നെ ഇത് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു അനുമതിയാണ് അങ്ങനെയുള്ള ഒരു അനുമതിയാണ് നൽകിയതെന്നാണ് തന്ത്രി നൽകിയ മൊഴി. പക്ഷേ ഈ ഒരു സ്വർണ്ണപ്പാളി അവിടെ നിന്നും കൊണ്ടുപോയി ഈ ഗോവർദ്ധനൻ്റെ ജ്വല്ലറി, ഈ ജ്വല്ലറി പൂജയ്ക്ക് പോയ ജ്വല്ലറിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം, തൊണ്ടി മുതലായിട്ടുള്ള സ്വർണം കണ്ടെടുത്തത്. അതൊരു നിർണായകമായ കണ്ടെത്തലായിരുന്നു. അതും ഈ ബന്ധവും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഇപ്പോൾ ചോദ്യം ചെയ്തതും. ഈ ഒരു പത്മകുമാറിന്റെ മൊഴിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ തന്ത്രിയെ ചോദ്യം ചെയ്തത്. പക്ഷേ വീണ്ടും ദേവസ്വം ബോർഡിനെ തന്നെ ചോദ്യമുന്നിൽ നിർത്തുന്ന തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ തന്ത്രി നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അനുമതി നൽകിയിരുന്നത്. അല്ലാതെ വ്യക്തിബന്ധത്തിനപ്പുറത്തേക്ക് ഈ ഗൂഢാലോചനയിലോ ഈ സ്വർണ്ണക്കൊള്ളയിലോ തനിക്ക് പങ്കില്ല എന്നാണ് ഇപ്പോൾ തന്ത്രി മൊഴി നൽകിയിരിക്കുന്നത്. ശരി, സാരംഗ് സുധാകരനാണ് വിശദവിവരങ്ങൾ നൽകിയത്. ശ്രീലങ്കയിൽ ദിത്വ ചുഴലിക്കാറ്റിൽ മരണം 200 കടന്നു. 200ഓളം പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. 80,000-ഓളം ആളുകൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ശ്രീലങ്ക കണ്ട ഏറ്റവും ദുരിതപൂർണമായ വെള്ളപ്പൊക്കമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 3 ഇന്ത്യൻ കപ്പലുകളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുന്നു. കിരൺ, വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു ശ്രീലങ്കയെ. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം ഇന്ത്യയിലേക്കും ദിത്വ ചുഴലിക്കാറ്റ് എത്തുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ അത് സംബന്ധിച്ച് എങ്ങനെയാണ്? അശ്വതി, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു തരത്തിൽ ആശ്വാസമാണ് എങ്കിലും ശ്രീലങ്കയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിടയിൽ ശ്രീലങ്ക നേരിട്ട ഏറ്റവും കടുത്ത വെള്ളപ്പൊക്കത്തിലൂടെ, പ്രകൃതി ദുരന്തത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 200ഓളം പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയൊരു 200ഓളം പേരെ കാണാതായിട്ടുണ്ട്. അതിലേറെ ആളുകളെ കാണാതായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകളൊക്കെ അപ്പാടെ, ഒരു പ്രദേശത്തെ വീടുകളൊക്കെ അപ്പാടെ വെള്ളത്തിൽ മുങ്ങിപ്പോയ അവസ്ഥയിൽ എത്ര പേരെ കാണാതായി എന്നതിൻ്റെ കണക്കുകളൊക്കെ ഇനിയേ എടുക്കാൻ കഴിയൂ. എന്തായാലും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയുടെ അടക്കം സഹായം ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. വലിയ നാശനഷ്ടമാണ് ശ്രീലങ്കയിൽ ആകമാനം ഉണ്ടായത്. വീടുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി, പൊതുസ്ഥലങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ മുങ്ങിപ്പോവുകയും വാഹനങ്ങളൊക്കെ ഒഴുകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ മുങ്ങി മരണത്തിന് ഇരയായി. വീടുമെല്ലാം ഇനിയായാലും വെള്ളപ്പൊക്കം കഴിഞ്ഞാലും തിരിച്ച് മടങ്ങിച്ചെല്ലാൻ കഴിയാത്ത രീതിയിലേക്ക് വീട് നഷ്ടമായവർ, സ്ഥാപനങ്ങൾ നഷ്ടമായവരൊക്കെ എത്രയോ ആയിരങ്ങൾ വരും എന്നതാണ്. അതിൻ്റെയൊക്കെ കണക്ക് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. രക്ഷാപ്രവർത്തനം അതിൻ്റെ തീവ്രമായ തോതിൽ ഫുൾ സ്ട്രെങ്തിൽ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ആശ്വാസം എന്ന് പറഞ്ഞത് ഇന്ത്യയിലേക്ക് ഈ ദിത്വ ചുഴലിക്കാറ്റ് വീശിയടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരിയുടെ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി അത് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്നലെ രാത്രിയോടുകൂടി എത്തേണ്ടതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കടലിൽ ഇന്ത്യക്ക് പാരലായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം കാരക്കൽ നിന്ന് 90 കിലോമീറ്റർ വടക്ക് കിഴക്കും, വേദാരണ്യത്തിൽ നിന്ന് 120 കിലോമീറ്റർ വടക്ക് കിഴക്കും, തെക്ക് കിഴക്ക് 130 കിലോമീറ്റർ അകലെയാണ് പുതുച്ചേരിയിൽ നിന്ന്. ചെന്നൈയിൽ നിന്ന് 220 കിലോമീറ്റർ തെക്ക് കിഴക്കുമാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ്. മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ തീരത്തേക്ക് ഇതേ വേഗതയിൽ എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. പക്ഷേ അതിതീവ്ര ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായിട്ടുള്ള വലിയ മഴ, പെരുമഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലൊക്കെ വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോമശില റിസർവോയർ നിറഞ്ഞു. വിവിധ നദികളിലൊക്കെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് നിൽക്കുന്നത്. നദീതീരങ്ങളിലൊക്കെ ഉള്ളവർ അവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരങ്ങളിൽ, രായലസീമയിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയുടെ തീരങ്ങളിലും ഒക്കെയാണ് ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവിടെയെല്ലാം കനത്ത മഴ ആന്ധ്രാപ്രദേശിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. മറ്റിടങ്ങളിലേക്കും കനത്ത മഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച്. പക്ഷേ ആ ചുഴലിക്കാറ്റ് ആ ശക്തിയിൽ ഇന്ത്യയിലേക്ക് വീശി അടിച്ചില്ല എന്നത് വലിയ ആശ്വാസമാണ്. ശരി, കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വശത്ത് സമാധാന ചർച്ചകൾ തുടരുമ്പോഴും പരസ്പരം രൂക്ഷമായ ആക്രമണം തുടർന്ന ഇരു രാജ്യങ്ങളും. കീവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. കരിങ്കടലിൽ റഷ്യയുടെ 2 എണ്ണ ടാങ്കറുകൾ യുക്രൈൻ തകർത്തു.
യുക്രൈൻ തലസ്ഥാനമായ കീവിൽ വിഷ്ഗോറാത്ത് നഗരത്തിലായിരുന്നു റഷ്യയുടെ വ്യോമാക്രമണം. ബഹുനില അപ്പാർട്ട്മെന്റിൽ പതിച്ചത് നിരവധി റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും. 3 പേർ കൊല്ലപ്പെട്ടു. കുട്ടികൾ അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. സുരക്ഷാ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് കെട്ടിടത്തിലെ തീയണച്ചത്. Зараз ще тривають роботи після нічного удару російських ракет і дронів. Масштабний був удар. Енергетика – основна ціль. Тут Росія не змінює свою тактику і досі намагається завдати Україні саме такого болю перед зимою. ബോസ്ഫോറസ് കടലിടുക്കിന് സമീപം 35 മൈൽ അകലെ ഓഫ് ഷോറിലാണ് റഷ്യൻ എണ്ണക്കപ്പലുകളെ യുക്രൈൻ ആക്രമിച്ചത്. കൈറോസ്, വിരാട് എന്നീ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. വിരാടിലെ 20 ക്രൂ അംഗങ്ങളും കൈറോസിലെ 25 പേരും സുരക്ഷിതരാണ്. കരിങ്കടലിൽ ഈജിപ്തിൽ നിന്ന് റഷ്യയിലേക്കുള്ള യാത്രയിലായിരുന്നു എണ്ണ ടാങ്കറുകൾ. റഷ്യൻ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ യുക്രൈന്റെ സൈനിക, വ്യവസായ, ഊർജ്ജോത്പാദന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് റഷ്യ. അതിനിടെ സമാധാന കരാറിൽ തുടർ ചർച്ചകൾക്ക് യുക്രൈൻ പ്രതിനിധി സംഘം അമേരിക്കയിലെത്തി. യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകളിൽ അടുത്തയാഴ്ച അവസാനത്തോടെ അമേരിക്കയും റഷ്യൻ പ്രതിനിധി സംഘങ്ങളും തമ്മിൽ ചർച്ച നടത്തും. ഇങ്ങനെ സമാധാന ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകുമ്പോഴും അതിശൈത്യത്തിന് മുൻപ് പരമാവധി പ്രദേശങ്ങളിൽ പരസ്പരം കടന്നാക്രമിക്കാനാണ് റഷ്യയും യുക്രൈനും ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. US വെനസ്വേല സംഘർഷം കനക്കുന്നു. വെനസ്വേലയുടെ വ്യോമപാത അടച്ചതായി പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയിലെ മയക്കുമരുന്ന് മാഫിയയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് വെനസ്വേലയുടെ വ്യോമപാത അടച്ചതായി പ്രഖ്യാപിച്ചത്. വെനസ്വേലയിലേക്ക് സൈനിക നീക്കങ്ങൾ നടത്തുകയാണോ അമേരിക്കയുടെ പദ്ധതി എന്നാണ് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. And if we have to do it the hard way, that's fine too. Mr. President, do you have any reaction? If you carry out... I'm not going to tell you what the goal is. You should probably know what the goal is, but they've caused a lot of problems. And they've sent millions of people into our country. They were probably the biggest abuser with Trent Aragua and all the others that they sent in, the drug dealers and drug lords, the people that they sent in, the jailbird. They opened their jails and prisons and dumped them into the United States, and we're not happy about it. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന് ഔദ്യോഗിക വസതിയിൽ മിന്നുകെട്ട്. ഓസ്ട്രേലിയയുടെ 124 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ വിവാഹിതനാകുന്നത്. ദീർഘകാലമായി പങ്കാളിയായ ജോഡി ഹെയ്ഡനെയാണ് ആൽബനീസ് വിവാഹം കഴിച്ചത്. കാൻബറയിലെ ആൽബനീസിന്റെ ഔദ്യോഗിക വസതിയായ ദി ലോഡ്ജിന്റെ ഉദ്യാനത്തിലായിരുന്നു ചടങ്ങുകൾ. ഓസ്കർ നായകൻ റസൽ ക്രോവെ, മന്ത്രിസഭാ അംഗങ്ങൾ അടക്കം 60 അതിഥികൾക്ക് മാത്രമായിരുന്നു ചടങ്ങിൽ ക്ഷണം. ശശി തരൂരിന്റെ ഭിന്ന അഭിപ്രായങ്ങൾ കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന് KC വേണുഗോപാൽ. കോൺഗ്രസിൽ ആർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അത് അപ്പോഴല്ലേ നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യത്തിന്റെ ബ്യൂട്ടി കാണേണ്ടത്. ഞാൻ ചോദിച്ചോട്ടെ, BJPയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ എങ്ങനെ പോഴ്ത്തിയിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് BJPയിൽ നിൽക്കാൻ പറ്റുമായിരുന്നോ? CPM-ൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജനാധിപത്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന ഫ്രീഡം ഓഫ് ഇതുണ്ടല്ലോ. അല്ല, അതും അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനും ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ പറയുന്നവരാണ് തീരുമാനിക്കേണ്ടത്. എന്നെ ജയിപ്പിച്ച മഹാജനങ്ങളും പാർട്ടിയും അവരുടെ കഠിനാധ്വാനം. ആ തെരഞ്ഞെടുപ്പിൽ ഈ BJPയും മോഡിയും എത്ര ശക്തമായിട്ടാണ് ഞാൻ എന്നെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി എന്ത് മലീമസമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചതെന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കണം. രാജ്യത്തെ രാജ്ഭവനുകൾ ഇനി ലോക് ഭവനുകളാകും. കേരളത്തിലെ രാജ്ഭവനും തിങ്കളാഴ്ച പുതിയ പേര് നൽകും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് തലസ്ഥാനത്ത് തിരിച്ചെത്തിയാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും. 2024 രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്നാക്കണമെന്ന് നിർദ്ദേശിച്ചത്. നവംബർ 25 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി പുതിയ FIR. ഇവർക്ക് പുറമെ 6 വ്യക്തികളെയും 3 കമ്പനികളെയും FIRൽ പ്രതി ചേർത്തിട്ടുണ്ട്.
കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുള്ള കമ്പനിയായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് വഞ്ചനാപരമായി ഏറ്റെടുക്കുന്നതിനുള്ള ക്രിമിനൽ ഗൂഢാലോചനയാണ് എഫ്ഐആറിൽ ആരോപിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 3-ന് എഫ്ഐആർ ഫയൽ ചെയ്തു. ഇഡി അതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഡൽഹി പോലീസുമായി പങ്കുവച്ചു. PMLAയുടെ സെക്ഷൻ 66(2) പ്രകാരം ഷെഡ്യൂൾ ചെയ്ത കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യാൻ ഇഡിക്ക് ഏത് ഏജൻസിയോടും ആവശ്യപ്പെടാം. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നതിൽ പുതുമയില്ല എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും എന്ന് പറയുന്നത് വ്യക്തമായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഏജൻസികളാണ്. അവരെത്ര കേസ് എടുത്താലും ഞങ്ങൾക്ക് ചുക്കില്ല. രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പ് പോലും എടുത്തു കളഞ്ഞല്ലോ കേസിന്റെ പേരിൽ. ലോക്സഭാ മെമ്പർ സ്ഥാനം പോലും കളഞ്ഞല്ലോ. ഇപ്പോൾ EDയെ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 400 ദിവസത്തിലധികമായി മുനമ്പം നിവാസികൾ നടത്തിവന്ന നിരാഹാര സമരം ഇന്ന് അവസാനിപ്പിക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ സാഹചര്യത്തിൽ ഭൂനികുതി അടയ്ക്കാൻ താൽക്കാലികമായെങ്കിലും കഴിഞ്ഞ സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ ഭൂസംരക്ഷണ സമിതി തീരുമാനിച്ചത്. അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള സമരസമിതി തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. വഖഫിന്റെ ആസ്തി പട്ടികയിൽ നിന്നും മുനമ്പത്തെ ഒഴിവാക്കണമെന്നും ഇതിനായി ഇന്നു മുതൽ പുതിയ സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജന്റീന മത്സരത്തിന്റെ പേരിൽ സ്വകാര്യ സ്പോൺസർക്ക് കൈമാറിയ കലൂർ സ്റ്റേഡിയം GCDAയെ തിരിച്ചേൽപ്പിച്ചു. നവംബർ 30-നകം തീർക്കുമെന്ന് കരാർ ചെയ്ത സ്റ്റേഡിയത്തിലെ നവീകരണ ജോലികളെല്ലാം പാതി വഴിയിലാണ്. ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സ്പോൺസർക്ക് വീണ്ടും സമയം നൽകാനാണ് GCDAയുടെ തീരുമാനം. ഈ നവംബർ മാസം 30-ന് ശേഷം ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ സ്റ്റേഡിയം നമ്മളെ അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. സ്പോൺസറുടെ ഈ വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല. അർജന്റീന ടീം വരില്ലെന്ന് വ്യക്തമായതോടെ നവീകരണ ജോലികൾ സാവധാനത്തിലാക്കി സ്റ്റേഡിയം കൈയൊഴിയാനാണ് സ്പോൺസർ ശ്രമിച്ചത്. ബലത്തിൽ മത്സരങ്ങൾക്കൊന്നും ഉപയോഗിക്കാനാകാത്ത സ്ഥിതിയിലാണ് സ്റ്റേഡിയം. ചുറ്റുമതിൽ, പാർക്കിംഗ് ഏരിയ, കവാടം, കാന, സ്റ്റേഡിയത്തിനകത്തെ ടണൽ, പെയിന്റിംഗ് തുടങ്ങിയവയെല്ലാം പൂർത്തിയാകാതെ കിടക്കുന്നു. സീലിംഗ് ജോലികൾ 70% മാത്രമാണ് പൂർത്തിയായത്. മേൽക്കൂര നവീകരണ ജോലികളും പാതി വഴിയിലാണ്. സ്റ്റേഡിയത്തിന്റെ നിലവിലെ സാഹചര്യം GCDA എഞ്ചിനീയറിംഗ് വിഭാഗം വിശദമായി പരിശോധന നടത്തും. ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചിലത് പൂർത്തിയാക്കാൻ സ്പോൺസർക്ക് വീണ്ടും സമയം നൽകാനാണ് GCDAയുടെ തീരുമാനം. ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ GCDA തന്നെ നടത്തും. 70 കോടി ചിലവിട്ട് ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്റ്റേഡിയം പുതുക്കിപ്പണിയുമെന്നായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം. എന്നാൽ ഇതുവരെ എത്ര കോടിയാണ് ഈ സ്റ്റേഡിയം പുനർനിർമ്മിക്കാൻ ചിലവായതെന്ന് GCDAയോ സ്പോൺസറോ വ്യക്തമാക്കിയിട്ടുമില്ല. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരിയിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ സൂരജ് ലാമയുടേതെന്ന് സംശയം. കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് സൂരജിനെ കാണാതായത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടന്നുവരികയായിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമേ നമ്മളൊരുപാട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറെ നാളുകളായിട്ട് 21 പേര് 4 CAയും SIമാരും പ്രവേശന SIമാരും അടങ്ങി ഇതിന്റെ പുറകെയുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രാമചന്ദ്രൻ സാറാണ് അദ്ദേഹത്തിന് മുന്നിലാണ് കേസുള്ളത്. സുനിൽ സാറ് GP ആയിട്ടുള്ളവരുണ്ട്. എല്ലാവരും നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമുക്ക് ബാക്കിയുള്ള ഈ ലാസ്റ്റ് ഇവിടെയാണ് 10-ാം തീയതി ഇവിടെ കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു നമുക്ക്. അത് പ്രകാരം കഴിഞ്ഞ മാസം അത് പ്രകാരം ഇവിടെ ഒരു പ്രാവശ്യം സെർച്ച് ചെയ്തു. പിന്നെ ഇപ്പൊ വീണ്ടും ഇന്ന് പുതിയ ഫയർഫോഴ്സിന്റെയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന് സെർച്ച് ചെയ്ത് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ രാവിലെ സെർച്ച് ചെയ്ത് വരുമ്പോഴാണ് അവിടെ ഒരു ബോഡി അടക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. അത് ഇത് മിസ്സിങ്ങിന് ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങളുടെ ഡയറക്ടർ ജനറലിന്റെ മെയില് വൈകിട്ട് വരെയത്. ഞങ്ങളുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ആസ്ഥാനമായിട്ട് തൃശ്ശൂർ ഫയർ സർവീസ് അക്കാഡമിയാണ്. അവിടെ മെയില് വൈകിട്ട് വന്നു. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ടാസ്ക് അംഗങ്ങളെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് 4 പേരെ സേവനം കൊടുക്കാനാണ് പറഞ്ഞത്. ഞങ്ങൾ രാവിലെ ഇവിടെ 9 മണിയപ്പോൾ വന്നു. അപ്പോൾ പോലീസിന്റെ ഒരു സ്ക്വാഡ് ഉണ്ട് ഇവിടെ നിലവിൽ. അവർ കുറച്ച് നാൾ മുമ്പ് പരിശോധന നടത്തിയാന്ന് പറഞ്ഞത്. അപ്പോൾ അവരും ഞങ്ങൾ രണ്ടായിട്ട് തിരിഞ്ഞ് പരിശോധന നടത്തി. പല വഴികളിലും ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇതിന്റെ ഗേറ്റിന്റെ താഴത്തുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ 2 പേരും പോലീസുകാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ മലന്ന് നടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഇപ്പോൾ ഈ കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതാണ് എന്ന സംശയത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് അവർ പറയുന്നത്?
വളരെ പഴക്കമുള്ള ഒരു മൃതദേഹമാണ്. അതുകൊണ്ട് തന്നെ ഈ സൂരജ് ലാമയുടെ മകൻ സാൻഡൻ ലാമയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെത്തി ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും മംഗലാപുരത്തു നിന്നും എത്തേണ്ടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും നമ്മൾ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. സൂരജ് ലാമയെ കാണാനില്ല എന്നുള്ള പരാതിയുമായി മകൻ ഇവിടുത്തെ കൊച്ചിയിലെ നിയമ സംവിധാനങ്ങളെ എല്ലാം സമീപിക്കുന്ന സാഹചര്യം. അതിനുശേഷം ഹേബിയസ് കോർപ്പസ് നൽകുന്നു. ഹൈക്കോടതി സൂരജ് ലാമയെ കണ്ടെത്താനുള്ള ഉത്തരവ് ഇടുന്നു. അങ്ങനെ അന്വേഷണത്തിൽ തന്നെയായിരുന്നു. വിവിധ സ്ക്വാഡുകൾ തിരിഞ്ഞ പോലീസും ഫയർഫോഴ്സും ഒക്കെ അന്വേഷണത്തിൽ തന്നെയായിരുന്നു. എന്തായാലും 10-ാം തീയതിയാണ് ഈ HMDയുടെ ഭാഗത്തു നിന്നുള്ള ഒരു CCTVയിൽ അവസാനമായി സൂരജ് ലാമയുടെ ദൃശ്യങ്ങൾ പകർന്നത് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതേ തുടർന്നാണ് ഈ സൂരജ് ലാമയാണോ എന്നുള്ള ഒരു അന്വേഷണം കൂടിയുള്ളത്. അദ്ദേഹം ഒരു ബർമുഡ ആയിരുന്നു ധരിച്ചിരുന്നത്. അതുപോലെ സമാനമായ ഒരു സാഹചര്യമാണ് ഈ മൃതദേഹത്തിനുമുള്ളത്. എന്തായാലും ഐഡന്റിഫിക്കേഷൻ കഴിയാതെ അത് സൂരജ് ലാമയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരാനാവില്ല. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളുണ്ട്. അത് ഇവിടെ തന്നെ, അതായത് ബോഡിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് അത് ഐഡന്റിഫിക്കേഷൻ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. അക്കാര്യത്തിൽ വ്യക്തതയായിട്ടുള്ള കാര്യം മറ്റ് ഈ സർജന്മാരുമായി സംസാരിച്ച ശേഷം വേണം ഈ കാര്യത്തിൽ തീരുമാനമാക്കാൻ. എന്തായാലും പരിശോധനകൾ തുടരുകയാണ്. നമുക്ക് ഓപ്പോസിറ്റായി കാണുന്ന ഈ കാടിന്റെ താഴ്വശത്തായിട്ടാണ് സൂരജ് ലാമയുടെ മൃതദേഹം കണ്ടെത്തിയത്. അവിടെ ഈ പറഞ്ഞതുപോലെ ഇത്രയും ദിവസം പഴക്കം, അതായത് 6-ാം തീയതിയാണ് ഈ സൂരജ് ലാമയെ കുവൈത്തിൽ നിന്നും എയർപോർട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യേണ്ടത് സൂരജ് ലാമയെ കൊച്ചി എയർപോർട്ടിലേക്കാണ് ഡീപ്പോർട്ട് ചെയ്തത്. ആ ഒരു സാഹചര്യമാണ് ഇത്രയധികം കൺഫ്യൂഷനാകാനും ഇപ്പോഴുള്ള ഈ ഒരു അത്യന്തം ദുരന്തകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള അവസ്ഥയുണ്ടാക്കിയത്. ആ ഒരു സാഹചര്യമാണ്. കുവൈറ്റ് മദ്യദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടാണ് സൂരജ് ലാമ കുവൈത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അവരുടെ ഹോട്ടൽ ബിസിനസ് നടത്തി വന്നിരുന്ന ഒരാളാണ്. കൽക്കട്ട സ്വദേശിയാണ്. അതേസമയം ബാംഗ്ലൂരാണ് സെറ്റിൽ ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകൻ സാൻഡൻ ലാമയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരന്തര അന്വേഷണത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നമ്മളോടും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റേതായ രീതിയിലൊക്കെ അദ്ദേഹം അന്വേഷണം നടത്തുകയും ഈ പറഞ്ഞതുപോലെ കാണാനില്ല മിസ്സിംഗ് പോസ്റ്ററുകൾ വിവിധ ആളുകളിൽ എത്തിക്കുകയും അതുപോലെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇവിടുത്തെ ഫോഴ്സുകളെ എല്ലാം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കാലാവധി കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഏത് സാഹചര്യത്തിലാണ് സൂരജ് ലാമയെ അങ്ങനെ ഇവിടേക്ക് കൊച്ചിയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തത് എന്നുള്ള കൺഫ്യൂഷൻ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ കുവൈറ്റിനെ സംബന്ധിച്ചിട്ട് ഈ മദ്യദുരന്തം എന്ന് പറയുന്നത് മദ്യം കഴിക്കുന്നത് അവരെ സംബന്ധിച്ചിട്ട് കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അവരെ പുറത്തേക്ക് നാട് കടത്തുക എന്നുള്ള കാര്യത്തിൽ അവരുടെ രാജ്യത്തിന് അത്തരം പ്രയോറിറ്റീസ് നോക്കേണ്ടുന്ന സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുവൈറ്റ് നിയമം അനുസരിച്ച് അത്തരം പ്രയോറിറ്റീസ് നോക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ എത്തിയ ശേഷം സൂരജ് ലാമയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ട ഒരാൾ അദ്ദേഹം എങ്ങനെയാണ് മറ്റു ക്ലിയറൻസുകൾ ക്ലിയർ ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് അത്തരം സംശയങ്ങൾ. എന്നിരുന്നാലും 6-ാം തീയതിയാണ് ആലുവ മെട്രോ സ്റ്റേഷനിൽ വെച്ച് സൂരജ് ലാമയെ അവസാനമായി കണ്ടതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നും ശേഖരിച്ച ഒരു CCTV ദൃശ്യത്തിൽ 10-ാം തീയതി സൂരജ് ലാമയുടേതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ദൃശ്യം കണ്ടെത്തിയിരുന്നു. ഇതിന് സമീപത്തായുള്ള ഒരു CCTV ദൃശ്യത്തിലാണ് ഇത് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഇങ്ങോട്ട് വീണുപോയതായിരിക്കാം. എന്തായാലും സൂരജ് ലാമയാണോ ഈ മരിച്ചത് എന്നുള്ള അദ്ദേഹത്തിന്റെ മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിലൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല. നമുക്ക് ഡിവൈഎസ്പിയും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറഞ്ഞതനുസരിച്ചിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 40 ദിവസങ്ങളായി അവർ അന്വേഷണത്തിൽ തന്നെയായിരുന്നു. അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ബോഡി കണ്ടെത്തുന്ന അജ്ഞാതമായ നിലയിൽ ഒരു ബോഡി കണ്ടെത്തുന്ന സാഹചര്യം പരിശോധനകൾ തുടരുന്നു വരികയാണ്. മകൻ എന്തായാലും ബാംഗ്ലൂരിൽ നിന്നും എത്തണം, അദ്ദേഹം മംഗലാപുരത്ത് നിന്ന് എത്തണം. അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ, അത് ഐഡന്റിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും ഉണ്ടാവുക. അത്തരം കാര്യങ്ങൾ ഇനിയും അത്തരം കാര്യങ്ങളിൽ എന്തായാലും കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കളമശ്ശേരിയിൽ കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതാണോ എന്ന കാര്യത്തിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് എത്തുക. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വടകര ഡിവൈഎസ്പി ഉമേഷിന് സസ്പെൻഷൻ. അനാശാസ്യ കേസിലെ പ്രതിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ചെർപ്പുളശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉമേഷിനെതിരെ പരാമർശമുണ്ടായിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഗൗരവമുള്ള ഒരു ആരോപണമായിരുന്നു ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം വടക്കാഞ്ചേരി CI ആയിരുന്നപ്പോൾ അനാശാസ്യ കേസിൽ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പീഡിപ്പിച്ച ശേഷം കേസെടുക്കാതെ വിട്ടയച്ചു എന്നാണ് ആരോപണം ഉയർന്നത്. ഒപ്പം കൈക്കൂലി വാങ്ങി കേസ് തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ചെർപ്പുളശ്ശേരിയിലെ
CI SHO ആയ ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിലാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. 2015 കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. അന്ന് ഉമേഷ് വടക്കാഞ്ചേരിയിലെ CIയും ബിനു തോമസ് അവിടുത്തെ SIയുമായിരുന്നു. അന്ന് ഈ യുവതിയെ അനാശാസ്യ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കേസെടുക്കാതെ വിട്ടയക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ യുവതിയെ അന്ന് CI ആയിരുന്ന ഉമേഷ് പീഡിപ്പിച്ചു എന്നാണ് ബിനു തോമസ് പറയുന്നത്. പിന്നീട് താനും ഈ സ്ത്രീയുമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് ഈ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് ഉമേഷ് തന്നെ പലവട്ടം തന്നോട് മോശമായി പെരുമാറി എന്നടക്കമുള്ള പരാമർശങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ കുറിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് ഒരു പ്രാഥമിക അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചു. ഈ ആരോപണ വിധേയ അല്ലെങ്കിൽ ഈ അറസ്റ്റിലായി എന്ന ബിനു തോമസ് പരാമർശിച്ചിരുന്ന യുവതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ മോശമായ പെരുമാറ്റം ഉമേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് സ്ത്രീ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി DGPക്ക് റിപ്പോർട്ട് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു. എന്തായാലും നേരത്തെ മെഡിക്കൽ കോളേജ് ACP കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ആയിരുന്ന അദ്ദേഹത്തിന് അടുത്ത കാലത്താണ് വടകര DYSP സ്ഥാനമാറ്റം ലഭിക്കുകയും ചെയ്ത് ഇതിന് പിന്നാലെ അദ്ദേഹം ഇന്നലെ മുതൽ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്ന കുറ്റമാണ്, അതായത് ഒരു പോലീസുകാരന്റെ പദവി പോലീസ് എന്ന പദവി ദുരുപയോഗം ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യം നടത്തി നിയമവിരുദ്ധ അധാർമിക നടപടികൾ ഉമേഷ് നടത്തിയെന്നും ആരോപണമുണ്ട്. എന്തായാലും ഈ യുവതിയുടെ മൊഴിയുടെയും ആത്മഹത്യാക്കുറിപ്പിന്റെയും അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി. ശരി, അനീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ പോസ്റ്ററും ബാനറും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ? സംശയം വേണ്ട, അങ്ങനെ ഒരാൾ കോട്ടയത്തുണ്ട്. കോട്ടയം നഗരസഭയിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന K. ശങ്കരനാണ് ഒരൊറ്റ പോസ്റ്റർ പോലും ഇറക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പോസ്റ്റർ അടിക്കാനുള്ള ചെലവ് കൊണ്ട് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകാനാണ് ശങ്കരന്റെ തീരുമാനം. നിലവിൽ കോട്ടയം നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശങ്കരൻ ജനങ്ങളുമായുള്ള പരിചയം ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് പോസ്റ്ററുകൾ ഒഴിവാക്കിയത്. G. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ബസ് സ്റ്റാൻഡൊക്കെ അവിടെ ഉണ്ടോന്നോ? ബസ് സ്റ്റാൻഡൊക്കെ ഇലക്ഷൻ കഴിഞ്ഞോ? സാറേ നമസ്കാരം. മറ്റേ ഇതിന് പോകുന്നുണ്ടോ? ടൂറിന് പോകുന്നുണ്ടോ? ഇല്ല ഇല്ല. ചേച്ചിയെ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. എന്ത് ചേട്ടനില്ലേ? ആണോ? എന്നാന്നറിയോ, കഴിഞ്ഞ ദിവസം വന്നോണ്ടാ, പിന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് ഓടി കയറിയതുകൊണ്ട് അപ്പം സാറിനെ കണ്ടിട്ട് കൃഷ്ണൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പം അതെ ഇപ്രാവശ്യം ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട്, ബോർഡിൽ പടമൊന്നും കാണാത്തതുകൊണ്ട് അതൊരു കുറവായിട്ട് വിചാരിക്കരുത് കേട്ടോ. അതിനാ ഇപ്രാവശ്യം നമ്മൾ ബോർഡും ഫ്ലെക്സും ബാനറും എല്ലാം ഒഴിവാക്കി. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ സേവിങ്സ് 1-2 പേരെ നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് പോസ്റ്റർ, ബാനർ, ബോർഡ്, ചുവരെഴുത്ത് ഒന്നും കാണുന്നില്ലല്ലോ. വളരെ വലിയ പിന്തുണയാണ് ഈ വിഷയത്തിലുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷക്കാലം ജയ ടീച്ചർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം അതിനു മുമ്പായിട്ട് ഞാൻ തന്നെ കൗൺസിലർ ആയിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള നല്ല പരിചയം, എല്ലാ കുടുംബവുമായിട്ടുള്ള ബന്ധം, അവർക്കൊക്കെ വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണമാണ് എല്ലാ ജനങ്ങളും പറയുന്നത്. എന്ന് മാത്രമല്ല, അതൊരു നല്ല കാര്യങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പരിസ്ഥിതി സൗഹൃദമാണ്. ഒരുപാട് ആർഭാടം ഇല്ലാത്ത ഒരു പ്രചരണമാണ്. തീർച്ചയായിട്ടും ഈ ജനങ്ങൾക്കുള്ള വിശ്വാസം നമ്മൾ ജനാധിപത്യത്തിൽ വർദ്ധിപ്പിച്ചാൽ പൂർണ്ണമായിട്ടും അവർ നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ളതിന് നല്ല അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സാറിനെ ഞാൻ ആദ്യം വന്ന് കണ്ടതാണ്. അത് കാരണം ഒരു
ഒരു റൗണ്ട് ഒന്ന് പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് വീടും കൂടെ കയറാണ്ട്. പോസ്റ്ററും ബാനറും ബോർഡും ചുവരെഴുത്തും ഒന്നും ഇല്ല. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിലുണ്ടാവുന്ന ഒരു ആർഭാടത്തിൻ്റെ ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷം ചിലരിലൊക്കെ അതും ഒരു പോസ്റ്ററെങ്കിലും ഒട്ടിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലായി. അത് ഒന്ന് വീടുകളിലൊക്കെ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പം എല്ലാവർക്കും അത് മനസ്സിലായി. ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ എല്ലായിടത്തും. എന്നാൽ ഒരു 75-കാരൻ കോട്ടയത്ത് CPIക്ക് വേണ്ടി ജനവിധി തേടുന്നുണ്ട്. പനച്ചിക്കാട് പഞ്ചായത്തിലെ 22-ാം വാർഡിൽ നിന്നാണ് PK കൃഷ്ണൻ എന്ന CPI നേതാവ് 40 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി ജനവിധി തേടുന്നത്. CPIയുടെ വർഗ ബഹുജന സംഘടനകളുടെ ദേശീയ ചുമതലകൾ ഉൾപ്പെടെ വഹിക്കുന്ന ഇദ്ദേഹം മുൻപ് ലഭിച്ച പല അവസരങ്ങളും വേണ്ടെന്ന് വെക്കുകയായിരുന്നു. G ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. നേരത്തെ പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലും കൗൺസിലും ഒക്കെ ഉണ്ടായിരുന്നു. പ്രായപരിധി തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപരി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവായി. എന്നാൽ ബഹുജന പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതൃസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. AITUCയുടെ ദേശീയ ജനറൽ കൗൺസിൽ അംഗമാണ്. ഭാരതീയ ഖേത് മസ്ദൂർ യൂണിയൻ കർഷക തൊഴിലാളി സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. കേരള കമ്മിറ്റിയിലുണ്ട്. അതിൽ വിവിധ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹികളാണ്. ചെത്ത മദ്യവ്യവസായ തൊഴിലാളികൾ, കർഷക തൊഴിലാളി യൂണിയൻ, മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ, ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എംപ്ലോയീസ് യൂണിയൻ തുടങ്ങിയ യൂണിയനുകളുടെ ഭാരവാഹിയായി തുടരുന്നു. ട്രാവൻകൂർ സിമൻസ് വർക്കേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെ ഒട്ടേറെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഭാരവാഹിയായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നുള്ളൂ. വാർഡിൻ്റെ ഒരു പ്രത്യേകതയ്ക്കനുസരിച്ച് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചു. അത് അംഗീകരിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നതുകൊണ്ട് അത് ഞാൻ അംഗീകരിച്ചു. അതനുസരിച്ച് സ്ഥാനാർത്ഥിയായി. ഞങ്ങൾ കഴിഞ്ഞ 10-40 വർഷമായി യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഒന്നിച്ച് പ്രവർത്തിച്ച്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന സാഹചര്യങ്ങളിലെല്ലാം ഈ പൊതുസമൂഹത്തോട് ചേർന്ന് ജീവിക്കുകയും ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ നാട്ടിലെ ഒരു വിഷയത്തിൽ കൂടുതലായി കാര്യങ്ങളിൽ ഇടപെടുകയും പൊതുവികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകമായി ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ആ സ്വാധീനങ്ങൾ പിന്നീട് സ്റ്റേറ്റ് നിലയിൽ CPIയുടെ സ്റ്റേറ്റ് നിലവിലുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ ആ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുമൊക്കെ ഇവിടെ ഒരുപാടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഞാൻ കേൾക്കുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിനുടമകളായ ചില വ്യക്തിത്വങ്ങളുണ്ട്. അത്തരത്തിൽ ഏറ്റവും മുൻപിൽ നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സഖാവ് PK കൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഒരുപാട് വർഷക്കാലം. കാരണം നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്തൊട്ടാകെ വടക്കേ ഇന്ത്യയിലടക്കം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും സാധാരണ ജനങ്ങളെയും പാവങ്ങളെയും ദരിദ്രരായിട്ടുള്ള ആളുകളിലെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധത്തോടുകൂടി യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോട്ട് പോലും കടക്കാതിരുന്നത്. മലപ്പുറം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട് കയറിയുള്ള പ്രചരണം. നഗരസഭ 16-ാം വാർഡ് സ്ഥാനാർത്ഥിയായ ഹാരിസ് അമീന് വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടി വോട്ട് ചോദിച്ചെത്തിയത്. മലപ്പുറം നഗരസഭ മുൻ ചെയർമാനായ തനിക്ക് ഇത് ഗൃഹാതുരത്വം നൽകുന്ന ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണെന്ന് കുഞ്ഞാലിക്കുട്ടി ന്യൂസ് 8നോട് പറഞ്ഞു.
ഞായറാഴ്ചയാണ്. എല്ലാ പ്രമുഖ നേതാക്കളും വോട്ട് തേടി ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. CK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ താമരക്കുഴിയിൽ ഹാരിസ് ആമിയൻ എന്ന UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി ഇറങ്ങുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു പ്രചരണത്തിൻ്റെ വീടുകൾ ഇടുന്നതൊക്കെ? മലപ്പുറത്ത് താമരക്കുഴി ഇത് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഉന്നത തറവാട്ടുകാരും വലിയ ഇവിടുത്തെ പുരാതന കുടുംബങ്ങളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇതൊരു പത്രരംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച സുകുമാരൻ നായരുടെ വീടാണ്. ഇതും അതുപോലെ ഒരു തറവാടാണ്. ഇവിടെ മത്സരിക്കുന്നത് ആരിസ്വാമീൻ ഇവിടെ അവരുണ്ട്. അതും പത്രക്കാരനാണ്. അപ്പോൾ എല്ലാം കൂടി ഞാനാണ് ഇവിടെ പഴയ ചെയർമാനുമാണ്, അദ്ദേഹം പഴയ കൗൺസിലറുമാണ്. അപ്പോൾ എല്ലാം കൂടി സമന്വയിച്ച് വന്നപ്പോൾ ഉള്ള ഒരു വരവാണ്. അത് തന്നെ ഒരു പഴയ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അനുഭൂതി പങ്കിട്ടുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടി. അതാണ്. എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയാണല്ലോ പ്രചരണം. അപ്പോൾ വീട് കയറി ഇറങ്ങുന്ന പ്രചരണത്തിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് പലർക്കും അറിയണ്ടാവില്ല. ഇത് ഒരു പഴയ മോഡലാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത്. അതാണ് ഇത് പഴയ ഓർമ്മ പുതുക്കുമ്പോൾ പഴയ രീതി ഇങ്ങനെയാണ്. പഴയ രീതിയിൽ സോഷ്യൽ മീഡിയ ഇല്ല, ഒക്കെ നേരിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതൊക്കെ അന്ന് പീടിക കോലായിലാണ് നടക്കുക ചർച്ച. ആ വ്യത്യാസമേ ഉള്ളൂ. നേരിട്ട് സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്. പീടിക കൊലായി സോഷ്യൽ മീഡിയ ഒന്നാണ്. സാർ നമുക്ക് ഏറ്റവും പ്രചോദനം അത് തന്നെയാണ്. കാരണം സ്വാഭാവികം ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു മതേതര വാർഡാണ്. നമ്മളെടുത്തും മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ട അങ്ങനല്ല. മതേതരത്വ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും എന്നും UDF ഒപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അംബാസഡർ വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. നല്ല ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രചരണം നടക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ അതിനെത്തിയതോടെ അത് 10 മടങ്ങ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അഖിലോട്ട് പറഞ്ഞപ്പം CV അനുമോദ്, ന്യൂസ് 18. കൊച്ചി കോർപ്പറേഷനിലെ പ്രചരണ രംഗത്ത് ഹിന്ദിയിലും വോട്ട് അഭ്യർത്ഥനയുണ്ട്. എറണാകുളം നഗരമധ്യത്തിലെ TD റോഡിലുള്ള വോട്ടർമാർക്കായി ഹിന്ദിയിലും ചുവരെഴുത്ത് നടത്തിയത് NDA സ്ഥാനാർത്ഥിയായ സുധാ ദിലീപ് കുമാറാണ്. ഉത്തരേന്ത്യക്കാരായ നിരവധി വോട്ടർമാർ ഈ മേഖലയിലുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ബിസിനസ് ആവശ്യവുമായി കൊച്ചിയിലെത്തി പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കിയവരാണ് ഇവർ. डिवीजन में लड़ रही हूँ. मेरा चिन्ह कमल है, भाजपा का. आप इस बार भाजपा को वोट देना. സംശയിക്കേണ്ട കൊച്ചി കോർപ്പറേഷനിലെ വോട്ടുപിടുത്തം തന്നെയാണ്. ഇതിപ്പോൾ 14-ാം വാർഡ്. 14-ാം വാർഡിലേക്ക് വരുമ്പോൾ കൂടുതലും ഹിന്ദി സംസാരിക്കുന്നവരും അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ വ്യവസായത്തിന് വേണ്ടി എത്തിയവരെല്ലാം തന്നെ കൂടുതലും വോട്ടർമാരാണ്. BJP സ്ഥാനാർത്ഥിയാണ് സുധാ ദിലീപ് കുമാർ. സുധാ ദിലീപ് കുമാർ കഴിഞ്ഞ 2 ടൈമുകളായിട്ട് കൗൺസിലറാണ്. ഇവിടെ വോട്ട് അഭ്യർത്ഥന പോലും എല്ലാം തന്നെ ഇവിടെ ഹിന്ദിയിലേക്കെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം പലരും ഇവിടെ നിരവധി പേർക്ക് ഇവിടെ വോട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ നാളുകളായിട്ട് ഇവിടെയുള്ളവരാണ്. അതുകൊണ്ട് മലയാളമെല്ലാം തന്നെ അവർക്കറിയാമെങ്കിലും ഇതേപോലെ അവരുടെ ഒരു ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വികാരമുള്ള രീതിയിലേക്ക് വികാരമായിപ്പോൾ രാഷ്ട്രഭാഷ സമീപിക്കുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി വോട്ടർമാരുടെ സ്വാധീനം അവർക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയുമെന്നെല്ലാം തന്നെ കണ്ടുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കൊച്ചിയിലെ ഒരു ക്യാമ്പയിൻ NDA സ്ഥാനാർത്ഥി ആരംഭിച്ചിരിക്കുന്നത്. ചേച്ചി, ഇതിപ്പോൾ ഈ വോട്ടർമാരെ ലക്ഷ്യമിടുക, അതായത് ഹിന്ദി കൂടുതൽ സംസാരിക്കുന്നവരെ ലക്ഷ്യമിടുക എന്ന് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും ഹിന്ദി സംസാരിക്കുന്നവരെ സംബന്ധിച്ചോളം നമ്മളൊരു നോട്ടീസ് മലയാളത്തിലൊരു നോട്ടീസ് അച്ചടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പം അവർക്ക് നമ്മൾ ഈ ഡിവിഷനിൽ മത്സരിക്കുന്നവരാരൊക്കെയാണെന്നൊക്കെ അറിയുന്നതിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നു. ആ അവസരത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു ഹിന്ദിയിലൊരു സന്ദേശം ഇവർക്ക് നൽകുന്നത്. വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ധാരാളം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വോട്ടർമാർ ഈ ഡിവിഷനിലുണ്ട്. ഈ റോഡിലും നമ്മുടെ ധാരാളം വോട്ടർമാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ. കാരണം മോദിജി ഭരിക്കുന്ന ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ ഹിന്ദിക്ക് ഏറെ രാഷ്ട്രഭാഷയിൽ വരുമ്പോൾ ഹിന്ദിക്ക് ഏറെ പ്രാധാന്യം BJP നൽകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ട് ഒരു ഇത് ചുമരെടുത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൂടുതൽ വോട്ടർമാർ അങ്ങനെ കൂടുതലുണ്ടോ ഇവിടെ? പല ആവശ്യങ്ങൾക്ക് വന്നവരൊക്കെ ഉണ്ട്. പല വ്യാപാര ആവശ്യങ്ങൾക്കായി ഇവിടെ വന്നവർ പലരും ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ പലരും ഇത്തവണ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഇടം കണ്ടെത്തിയിട്ടുമുണ്ട്. TD റോഡ് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ഉള്ളത് അല്ലേ? TD റോഡിലുണ്ട്, പുല്ലേപ്പടി റോഡിലുണ്ട്. പുല്ലേപ്പടി റോഡിലെ ഫ്ലാറ്റിൽ 90% നോർത്ത് ഇന്ത്യക്കാർ തന്നെയാണ്.
എങ്ങനെയുണ്ട് ഇതുപോലെ ക്യാമ്പയിൻ ചെയ്തിട്ട് ഗുണമുണ്ടാവുന്നുണ്ടോ? നല്ല രീതിയിലുള്ള പ്രതികരണം കിട്ടുന്നത് തീർച്ചയായിട്ടും ഇത്തവണയും BJP തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വോട്ടർമാരെയൊക്കെ ഇതിലൂടെ അടുപ്പിക്കാനായിട്ടൊക്കെ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും, കാരണം ഇന്ത്യയുടെ വികസനം BJP-യിലൂടെയാണ്. ചുവരെഴുത്തൊക്കെ ഹിന്ദിയിലാവുമ്പോഴേക്കും അവർക്ക് അവരുടെ ഭാഷയാണല്ലോ അത്. തീർച്ചയായിട്ടും അവർക്ക് കൂടുതലൊരു അഫിനിറ്റി തോന്നും. നമ്മുടെ ബസ്സുകളിൽ തന്നെ ഇപ്പൊ കാക്കനാട് എന്ന് ഹിന്ദിയിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഹിന്ദിക്കാർ കണ്ടമാനം എറണാകുളത്ത് താമസിക്കുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു അടുപ്പം സ്ഥാനാർത്ഥിയോട് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്കൊരു സന്തോഷമാണ്. അവർ തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഹിന്ദിയിൽ എഴുതാൻ കാരണം. അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ പ്രവർത്തകരായിട്ട്. അപ്പോൾ അവർ പറഞ്ഞ് അവരെഴുതി തന്നതാണ് നമ്മൾ എഴുതിയത്. അവരാണ് ഇത് എഴുതി തന്നത്. ഇത് മൂന്നാം ടൈമാണോ? അല്ല, നാലാമത്തെ ടേം. 3 ടേം പൂർത്തിയാക്കി കഴിഞ്ഞു. 4ാമത്തെ ടേമിലേക്കാണ്. സുധാ ദിലീപ് കുമാർ എന്നത് കൊച്ചിൻ കോർപ്പറേഷനിലെ BJP-യുടെ ഒരു മുഖം തന്നെയാണ്. ഏതായാലും രാഷ്ട്രഭാഷയിൽ തന്നെ ചുവരെഴുത്തുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. നിരവധിയായ വോട്ടർമാർ അന്യ ജില്ലകളിൽ നിന്നെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടി ഒരു ഹൃദയ ഐക്യം ഉറപ്പിക്കുക എന്ന പുതിയ തന്ത്രവും അതോടൊപ്പം തന്നെ വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രചാരണവുമെല്ലാമാണ് ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ നമ്മൾ കാണുന്നത്. ക്യാമറമാൻ അഖിലോട്ട് വാറയ്ക്കൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ശബരിമലയിൽ തിരക്കൊഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇന്ന്. ഉച്ചയ്ക്ക് 1 മണി വരെ 32,000-ഓളം അയ്യപ്പന്മാർ മാത്രമാണ് മല കയറിയത്. സുഖകരമായി ദർശനം നടത്തിയെന്ന് തീർത്ഥാടകർ പറഞ്ഞു. ശബരിമലയിൽ തീർത്ഥാടകരുടെ പ്രവാഹം സുഗമമായ രീതിയിൽ പുരോഗമിക്കുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന മഴയെല്ലാം തന്നെ തീർത്ഥാടനത്തെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് ഇന്നലെ 76,000-ലേറെ പേർ മാത്രമാണ് എത്തിയത്. ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ രാവിലെ തന്നെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുഗമമായ രീതിയിൽ തിരക്കില്ലാതെ ദർശനം നടത്താനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. തീർത്ഥാടകർ വന്ന് തേങ്ങയുടച്ച് ദർശനത്തിന് പോകുന്ന വഴിയാണ്. അവർ 18-ാം പടി കയറി ദർശനം നടത്തുന്ന തീർത്ഥാടകർ പിന്നീട് തേങ്ങയുടച്ച് പോവുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന തിരക്ക് കുറഞ്ഞു. ഇപ്പോൾ ഞായറാഴ്ചയാണ്. ഇന്ന് തിരക്ക് കൂടേണ്ട ദിവസമാണ്. പക്ഷേ തിരക്ക് കൂടുമെന്നുള്ള പ്രതീക്ഷയും പിന്നീടുള്ള കാലാവസ്ഥയിലുള്ള മാറ്റമെല്ലാമാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയത്. ഇപ്പോൾ ആവശ്യത്തിൽ ഉള്ള സൗകര്യങ്ങൾ എരുമേലി വഴിയും അതുപോലെ തന്നെ നമ്മുടെ കരിമല വഴിയും അതുപോലെ കാനനപാതയിലും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദർശനം എങ്ങനെയുണ്ട്? ദർശനം കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. രാവിലെ തിരക്കുണ്ടായിരുന്നില്ല. രാവിലെ ഞങ്ങൾ 3 മണിക്ക് കറക്റ്റ് 2:45 ഇവിടെ എത്തി. കറക്റ്റ് സമയത്ത് ദർശനം കിട്ടി. നല്ല കുഴപ്പമില്ലാത്ത ദർശനമായിരുന്നു. വഴിയിലൊക്കെ മഴ പെയ്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. വരുന്നത്? ഞാൻ പാലക്കാട്. അങ്കമാലി നിന്നാണ് പോകുന്നത്. കുഴപ്പമുണ്ടായില്ല, നല്ല ദർശനം കിട്ടി. ഒരു ഇതിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞായറാഴ്ച സാധാരണ തിരക്ക് പതിവുള്ളതാണ്. നല്ല തിരക്ക് ഉണ്ടാവുന്ന വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. എങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് തൊഴാൻ പറ്റി. നല്ല ദർശനം കിട്ടുകയും ചെയ്തു. അതാണ് ഇറങ്ങുന്നത്. സ്വാമി ശരണം. ഇതുപോലെ കൊല്ലം പരവൂര് പൂതക്കുളത്തുനിന്നാണ് വരുന്നത്. ഈ മണ്ഡലകാലത്ത് ഇത്രയും തിരക്കൊഴിഞ്ഞ ഒരു മണ്ഡലകാലം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഒരു തിരക്കുമില്ല. നമുക്ക് ഭഗവാനെ കണ്ണു കുളുക്കെ ഇഷ്ടം പോലെ കാണാനുള്ള ഒരു ഭാഗ്യം ഈ വർഷം കിട്ടിയിരിക്കുകയാണ്. എത്രാമത്തെ തവണയാണ് ഇപ്പോൾ എത്തുന്നത്? ഞാൻ 8ാമത്തെ മലയാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ 1-ാം തീയതി വാർത്ത കണ്ടപ്പോൾ നമുക്ക് വരാനൊരു ഭയങ്കര 2 ദിവസം കരുതി വരേണ്ടി വന്നു വരുമെന്ന് വെച്ച് ഭക്ഷണമോ വെള്ളമോ കൊണ്ടുവന്നിട്ട് 2 ദിവസം നമുക്ക് മലയിൽ നിൽക്കാനുള്ളൊരു സെറ്റപ്പ് വരാം. അതായത് അയ്യപ്പനെ കണ്ടല്ലേ പറ്റും. പക്ഷേ അതെല്ലാം മാറി വലിയ കോളും കാറും വന്നിട്ട് എല്ലാം മാറിപ്പോയാണ്. തെളിഞ്ഞൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ആരുമില്ല, ഇഷ്ടം പോലെ കാണാനും തൊഴാനും ഉള്ളൊരു ഭാഗ്യം കിട്ടി. മഴയെല്ലാം പോയി. ഇന്നലെയൊക്കെ മഴയായിരുന്നു. ഇപ്പോൾ എല്ലാം നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥ. അതും ഒരു ഞായറാഴ്ച ഇത്രയും കുറഞ്ഞൊരു വർഷം ഈ 2025 തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാം. കഴിഞ്ഞ വർഷങ്ങളൊന്നും ഇങ്ങനെ പ്രശ്നം കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തിരക്കൊഴിഞ്ഞത് ഈ ഒരു വർഷം തന്നെയാണ്. ഇതാണ് തീർത്ഥാടകർ പറയുന്നത്. തിരക്കൊഴിഞ്ഞ ഒരുപക്ഷെ ഇത്രയും തിരക്കൊഴിഞ്ഞ ഒരു ദിവസം അടുത്ത വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഈ മണ്ഡലകാലത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയും. തീർത്ഥാടകരുടെ കാര്യത്തിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. മലയാളി? Okay. Actually, I'm from Andhra Pradesh, Visakhapatnam से
today I'm very happy to see that Manikandan Darshanam. We have only 2 hours only we kept only. That's all. I'm very happy today. From Pamba, how many hours? Pamba. From Pamba almost we take from Pamba to 2.5 hours. That's it. But today, I mean, the moderate decibels are there, not like 15 days back like that. ശരി, സജീവ് സിയാരുടെ റിപ്പോർട്ടാണ് കണ്ടത് സന്നിധാനത്ത് നിന്നും. പകൽ വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നിപ്പോൾ കാണാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.